ഇവിടെ PTBയെ അനുസ്മരിക്കുകയാണ്. PTB പുസ്തകം ഇല്ലെങ്കിലും PTB അനുസ്മരിക്കണം. നമുക്ക് പറയാം PTB ഈ പുസ്തകം തയ്യാറാക്കിയില്ലാത്തതായിരിക്കാം. എന്നാൽ പോലും പാലക്കാട് വെച്ച് നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഘട്ടത്തിന്റെ അനുബന്ധ പരിപാടിയായിട്ട് PTB അനുസ്മരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ PTB. ഞാൻ PTB 1987 പരിശുദ്ധ കലാ ശാസ്ത്ര സംസ്കാരം ജാഥയുടെ ഭാഗമായിട്ട് ഞാൻ അന്ന് പ്രവർത്തിക്കുന്ന വേഗര സ്കൂളിൽ എത്തിയപ്പോഴാണ് ഞാൻ അന്ന് പ്രൈവറ്റ് സ്കൂളിൽ നോക്കാം. അതാണ് PTB ആദ്യമേ കാണുന്നത്. പിന്നീട് പരിശുദ്ധ പ്രവർത്തകനായതുകൊണ്ട് കാണാൻ കഴിയും. പിന്നീട് എൻ്റെ ഒരു ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഞാൻ PTB സംസാരിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും എൻ്റെ ഗവേഷണം കുറെ കാലങ്ങളാണ്. ഞാൻ 1980 തുടങ്ങിയെങ്കിൽ പിന്നീട് പ്രവർത്തനത്തിൽ പിന്നീട് വീണ്ടും ചുമതല ആരംഭിച്ചതാണ്. അപ്പോഴും PTB രോഗബാധ തന്നെ കൂടുതലായിട്ടും അക്കാര്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ PTBയെ എന്തുകൊണ്ട് ശാസ്ത്രസാഹിത്യത്തെ ഓർക്കണം, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി നടത്തം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ല, എനിക്കുള്ളത്. അതുകൊണ്ടാണ് 2010 PTB അനുസ്മരണ പ്രഭാഷണം ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പ്രധാന പരിപാടിക്ക് പോകുന്നത്. ഞാൻ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. PTB പോലെ ഒരാളെ നമ്മളത് വിസ്മരിക്കാൻ പാടില്ല. ഒരാളെ അനുസ്മരിക്കുന്നത് കേവലം അദ്ദേഹം മഹാനായതുകൊണ്ട് മാത്രം ആക്കുന്നില്ല, അങ്ങനെയല്ലല്ലോ. അദ്ദേഹം മഹാനാണ്, അദ്ദേഹം അനുസ്മരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതോടുകൂടി എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില വെളിച്ചം നമുക്ക് കിട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുകൂടി അതിനൊക്കെ വേണ്ടിയാണ് ഈ അനുസ്മരണം നടത്തുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ PTB സ്മാരക പ്രഭാഷണങ്ങൾ വാർഷിക ധാരണ നടക്കാറുണ്ട്. നമ്മുടെ സംസ്ഥാന വാർഷികത്തിന്റെ ഭാഗമായിട്ട് PTB സ്മാരക പ്രഭാഷണം നടത്തും. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പത്രമായിട്ടുള്ള സുധാമൻ എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അവരാണ് നമ്മുടെ PTB സ്മാരക പ്രഭാഷണം നടത്തുന്നത്. ഇന്ത്യ എന്ന ആശയമുള്ളവരുടെ പുസ്തകം ചിത്രങ്ങൾ വായിക്കുന്നതായിരിക്കും. ചരിത്രം ആവശ്യമാക്കിയ മുറിവുകൾ എന്നുള്ള പുസ്തകം വായിച്ചതിൽ ഉടനെ തന്നെ വായിക്കണം എല്ലാവരും. അതാണ് സുധാമൻ. അവരാണ് നമ്മുടെ വാർഷികത്തിൽ PTB സംസാരിക്കുന്നത്. PTB സ്മാരക പ്രഭാഷണം. ഞാൻ PTB കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ PTB 98 97 ഡിസംബർ മരിച്ചപ്പെടുക. അതിനുശേഷം ചേർന്ന ശാസ്ത്രസാഹിത്യത്തിന്റെ സംസ്ഥാന കമ്മിറ്റി PTBയുടെ കുറിച്ചൊരു സ്മരണിക പുസ്തകം തയ്യാറാക്കാൻ തീരുമാനിച്ചത്. അന്നത് തീരുമാനിക്കുകയും അത് PG ശതമാനം ചന്ദ്രത്തിൽ അതിനുവേണ്ടി ഒരു ചെറിയ ചില പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. ഒരു ആന്തോളജി ആയിട്ടാണ്. പക്ഷെ അപ്പോഴൊക്കെയാണ് PTB ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായതുകൊണ്ട് PTB തിരക്കിലേക്ക് പോയി. ഇതിൽ CGക്ക് അതുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അതിനിരിക്കാൻ CG എന്നോട് കൂടിയാണ് എന്നോട് പറഞ്ഞു, താനത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ CG എന്നെ പഠിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗം ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തായ എന്നോട് സൗകര്യം കൂടിയിട്ട് അന്നൊരിക്കലും ഇവിടെ അടക്കാലത്തുള്ളൂ ഇവിടെ വരെയും ഗോകുമാരുടെ വീട്ടിൽ 7 ദിവസം മുഴുവൻ ഗോകുമാട്ടെ സംസാരിക്കും. അവിടെ ഭക്ഷണം പിടിക്കുകയും ചെയ്ത ഒരിക്കലാണ് അടക്കാലത്തിൽ. പക്ഷെ പിന്നീട് നമുക്കറിയാം തക്കൽ പ്രവർത്തനത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ മറ്റു പണികൾക്ക് ചിലത് ഒഴിവാക്കാമെന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒഴിവായി പോയതാണ്. ഞങ്ങളെന്ന് തന്നെ ഇത് പെട്ട് പോയാൽ ശരിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് അന്ന് തന്നെ ഇവിടെ നടത്തിയിരുന്നില്ലെങ്കിൽ കഴിയുമായിരുന്നു. കാരണം അന്ന് PTBയുടെ സഹപ്രവർത്തകർ PTBയുടെ ശിഷ്യന്മാരൊക്കെ ധാരാളം ജീവിച്ചിരിക്കുന്ന കാലം. PTB മരിച്ചപ്പോഴേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന കേന്ദ്രമായി പെരിഞ്ഞൊരു അനുസ്മരണ യോഗം നടത്തി. ഞാൻ പോയിട്ടായിരുന്നു. അന്ന് PTBയുടെ കുറേ ശിഷ്യന്മാര് അവിടെ നടത്തുന്നു, ശിഷ്യകളൊക്കെ. അന്നവിടെ വന്നിട്ട് അവരൊക്കെ തന്നെ PTB ഓർത്തുകൊണ്ട് കഴിയുകയാണ്. അക്ഷരാർത്ഥം കഴിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ അത്രമാത്രം ലിപ്തമായിട്ട് അവർക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് PTB അവരെ സ്വാധീനിച്ചത് എന്നുള്ളതിന്റെ ഉദാഹരണമായിരുന്നു. അങ്ങനെ പല തലങ്ങളിൽ ബന്ധപ്പെട്ടവരൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്നത്. നിർമ്മാണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ആളുകൾ
പക്ഷെ അവരൊക്കെ തന്നെ ഇപ്പോഴും ആരും ഇല്ല, എല്ലാവരും പോയി കഴിഞ്ഞു. ആരെങ്കിലും ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നത്, പക്ഷെ അവർക്കൊന്നും തന്നെ ഓർത്തെടുക്കാനോ പറയാനോ പറ്റുന്ന അവസ്ഥയില്ല. ഈ ഒരു നഷ്ടബോധം അന്ന് ചെയ്തില്ലല്ലോ എന്ന് അല്പം പ്രയാസവും എങ്കിൽ പോലും അത് ചെയ്യേണ്ടതുണ്ട് എന്ന് പിന്നീട് 2021 PTVയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായിട്ട് ഒരു സെമിനാർ അതിന്റെ വേണ്ടി നടത്തിയിട്ടുള്ള വകുപ്പ്, അതിന് തുടർന്നാണ് പിന്നെ ഈ പ്രവർത്തനം സജീവമാക്കിയത്. അങ്ങനെയാണ് ഈ പുസ്തകം ചെയ്യുന്നത് എന്നതാണ്. ഞാൻ കൂടുതലായി എഴുതാൻ പറയാൻ ഇപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് നോക്കാൻ വേണ്ടി പഠിക്കാൻ നോക്കണം. എന്തുകൊണ്ടാണ് PTV എന്ന് PTV മാത്രമല്ല, PTV പോലുള്ളവരൊക്കെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നത്, എല്ലാവരും നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ വലിയ സാധാരണ കിട്ടാറില്ല എന്ന് ഞാൻ പറഞ്ഞു. മലയാളത്തിലെ ആധുനികതയ്ക്ക് തുടക്കം കൊടുത്ത ഏറ്റവും വിഖ്യാതനായ കവിയുണ്ട് ഉണ്ടായിരുന്നു, മാധവൻ അയ്യപ്പത്ത് എന്ന അദ്ദേഹത്തിന്റെ കവിതയിലെ എഴുതുന്ന വരികളുണ്ട്. മുമ്പോട്ടൊരു പദം പൈക്ക് മുമ്പ് കാണാത്ത പറവകൾ അറിയും തോറും മേറുന്നു അറിയാനുള്ള കൗതുകം, കണ്ണെന്ന് ഒന്നി നോക്കുമ്പോൾ കണ്ടാൽ മങ്ങാത്ത ഭംഗികൾ കണ്ടിടം തോറും മേറുന്നു കാണുവാനുള്ള കെൽപ്പുകൾ. ഇത് കാഴ്ചകളെ കുറിച്ച് മാത്രമല്ല, ഇത് വ്യക്തികളെ കുറിച്ച് ശരിയാണ് എന്നൊക്കെ ഉണ്ടാകാം. ഒരാളെ കുറിച്ച് അറിയുന്നതോറും വീണ്ടും വീണ്ടും അറിയണമെന്നും ആദരിക്കുന്നതോറും വീണ്ടും വീണ്ടും ആദരിക്കണമെന്നും തോന്നുക എന്ന് പറയുന്നത് നിസ്സാരമായ. ചിലരെ കുറിച്ചൊക്കെ വലിയ മഹാന്മാരാണെന്ന് കരുതുകയും അവരെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് കരുതി പോവുകയും ചെയ്യുന്നതാണ്. അതൊക്കെ ഇല്ലാതാവുകയും നമ്മളെ കാണുന്ന ഈ വലിയ പ്രകാശ ത്തിൻ്റെതായ ഈ അത് വെറും പിന്നെ എന്താണ് ഒന്നും ഇല്ലാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഉണ്ടാവും. എനിക്ക് ഓർമ്മ കേൾക്കുമ്പോൾ വലിയ മഹക്കരായിട്ട് പലരും വലിയ വലിയ കാര്യം, പക്ഷെ അവരെ അടുത്തറിയുന്നതോറും നമുക്ക് ഒരിക്കൽ പോലും അദ്ദേഹമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഇല്ല എന്ന് കരുതുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളൊക്കെ അതൊരു നമുക്കറിയാം. കൃഷ്ണമാർക്സിന്റെ പോലെ പലരും പറയുമല്ലോ ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന അത് നമ്മൾ വിശ്വസിച്ചു. പ്രത്യേകിച്ചുള്ള മാധ്യമങ്ങളുടേതായ ഈ നിരന്തരമായ പ്രചാരവേദനയിൽ പലരും അല്ലെ ഈ കുന്നിക്കുരുവിനെ മഹാവീർ വരെ ചെറിയ പിന്നെ മണൽ കൂരകളെ മഹാവീരങ്ങളായിട്ടൊക്കെ ആവിഷ്കരിക്കാൻ കഴിവുള്ളവരാണ് മാധ്യമങ്ങൾ. പക്ഷെ അതൊക്കെ അവിടെ അവരവർ നേരത്തെ അറിയപ്പോഴാണ് ഇത് മഹാവീര് വല്ല ഒന്നുമല്ല, മാത്രമാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവരാണ് വീട്ടിൽ വ്യത്യസ്തമായിരിക്കുന്നത്. കൂടുതൽ അറിയുന്നവരും കൂടുതൽ അറിയാത്ത കൂടുതൽ ബഹുമാനിക്കുന്നവരും കൂടുതൽ ബഹുമാനിക്കാറുള്ളൊരു പിന്നെ ഒരു വിശേഷം ഇതൊക്കെ ഉണ്ടാകും. ഞാനതുകൊണ്ടാണ് PTVയുടെ പുസ്തകത്തിന് ഞാൻ PTV ഭാസ്കരപ്പണിക്ക് ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ പേര് പറയും. അതല്ല, അദ്ദേഹത്തിന് എന്താ അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹത്തിന് നമ്മൾ എടുത്തു പറയുന്നത് എന്താണെങ്കിലും തോന്നിയപ്പോഴാണ് അതിലൊരു 3 വാക്കുകൾ കൂടെ ചേർക്കണം. ഒന്ന് മാനവീയതയാണ്, മറ്റൊന്ന് ജനാധിപത്യമാണ്, മറ്റൊന്ന് ശാസ്ത്രമാണ്. ഇത് 3 കൂടി ചേർന്ന PTV ആകും എന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ സംസാരിച്ചവരൊക്കെ സൂചിച്ചിട്ടുണ്ട്. മാനവികത എന്ന് പറയുന്നതല്ലേ എല്ലാത്തിനെയും ഒരു മാനവികമായ കാഴ്ചപ്പാടൊന്നും കാണുന്നതായിട്ട് വളരെ പ്രധാനപ്പെട്ട എന്തിന് ആരായാലും അതെല്ലാം ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും അത്ര തന്നെ താഴെ ഇരിക്കുന്നവരായാലും അതൊക്കെ വേണ്ട ഒരു യഥാർത്ഥമായിട്ടൊരു കാഴ്ചപ്പാട്, മാനവികമായ കാഴ്ചപ്പാട് നമ്മുടെ ഭരണാധികാരികൾക്കും ഇല്ലാതെ പോകുന്നു. എന്നാൽ അവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ അവർക്ക് പറയുന്നതുമായ ഒരു കാര്യമാണല്ലോ ഈ മാനവികത. ആർക്കും വേണ്ടിയും കിട്ടുന്നുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞ കാര്യമാണല്ലോ, നിങ്ങൾ പിന്നെ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതുകൊണ്ട് നാട്ടിലെ ഏറ്റവും ദരിദ്രരായ ഒരാൾക്ക് എന്താണ് ഗുണം കിട്ടുക എന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുന്നു. അതുപോലെയാണ് PTV ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ മാനവികമായ കാഴ്ചപ്പാടായിരിക്കും. അവർ ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങൾക്കോ ഒരു തരത്തിലുള്ള പകവീട്ടലുകൾക്കോ ഒന്നും തന്നെ സ്ഥാനം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ചില ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം നമുക്കറിയാമല്ലോ, പെരിഞ്ഞനത്ത് സ്കൂളിൽ കഴിയുമ്പോഴാണ് അദ്ദേഹം പിന്നെ സ്കൂളിൽ കഴിയുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുന്നത് ഒരു അധ്യാപകൻ, കോൺഗ്രസ്സുകാരനായ പ്രാദേശിക നേതാവ്, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ അധ്യാപകൻ ഒറ്റുകൊടുത്തിട്ടാണ് അദ്ദേഹം നടത്തിയത്.
കുറച്ചു കാലം ഒരു 15 കാലം കഴിഞ്ഞിട്ട് മലബാർ സംഘടനയൊക്കെ അപ്പോഴാണ് ഈ അധ്യാപകൻ തൊഴിലുള്ള അധ്യാപകൻ മാനേജ്മെന്റുമായിട്ട് മാനേജ് ഇയാൾ തിരിച്ചു ഇയാൾക്ക് ജോലിയില്ലാതെ കല്യാണം. അപ്പോൾ അംഗളത്തിൽ സർട്ടിഫിക്കറ്റ് നടത്തപ്പെട്ടവർക്കൊക്കെ തന്നെ വീണ്ടും തിരിച്ചു നോക്കി അവർക്ക് ജോലി കൊടുക്കുന്ന കാരണമായിരുന്നു. അപ്പൊ ആരും ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ PTV പോയി കണ്ടാൽ നിങ്ങൾ ജോലി കിട്ടുക, ഇത് പോകാനൊരു മടി. കാരണം അദ്ദേഹം കാരണം അത് നാട്ടിൽ നാട്ടായി എല്ലാവർക്കും അറിയാം ഇയാളാണ് ചെയ്യുന്നത്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് അവർക്ക് വിളിച്ചവരൊക്കെ നാട്ടുകാർക്ക് വലിയ വിരോധമാണ്. അദ്ദേഹത്തിന്റെ കാര്യം അറിയാതെ തന്നെ PTV പോയി കണ്ടു. PTV അങ്ങനെ തന്നെ വിട്ടുകൊടുത്ത ആളാണ് എന്നൊരു യാതൊരു ചിന്തയില്ലാതെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരിക്കാൻ പറഞ്ഞ് വളരെ വിഷമിച്ചാണ് അദ്ദേഹം ഇരുന്നത്. കാര്യങ്ങളനുസരിച്ച് ശരി അദ്ദേഹത്തിന് സ്കൂളിലേക്ക് നിയമിച്ചുള്ള ഉത്തരവ് PTV കൊടുക്കുകയാണ്. പിന്നെ മരിക്കുന്നത് വരെ PTVയുടെ വലിയ ആരാധനായിരുന്നു. ഇതാണ് ഇങ്ങനെ എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പൊട്ടിച്ചിരിയൊക്കെയുള്ള അറിയാം. അദ്ദേഹം ശരിയാണ് വിഷ്ണുനാരായണ ഒരുപാട് പറയുന്നത് പൊട്ടിച്ചിരിയുടെ അർത്ഥം അറിയണമെങ്കിൽ ഒന്നുകിൽ PTVയുടെ ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എൻകിഷപ്പിളുടെ ചിരിയാണ്. എൻകിഷപ്പിളിന്റെ പരിചയമുണ്ടാകുന്ന അറിയുന്നത് വളരെ മൃതകരൊക്കെ ഉണ്ടാവുന്നത്. എൻകിഷപ്പിളെ പറ്റി കൃഷ്ണപിള്ളെ അറിയുന്നു ആവിടുന്നായിരുന്നു. ഞാനത് മൃതവിടെ PTVയുടെ പൊട്ടിച്ചിരിയാണ്. അങ്ങനെ ഒരു നിഷ്കളങ്കനായ അത്രയും സത്യസന്ധനായ മറ്റുള്ളവർക്കാണെങ്കിൽ തിരിക്കാൻ പറ്റുള്ളൂ. അത് PTVയുടെ വലിയൊരു സവിശേഷതയായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, അത് അവിടെ നിന്ന് പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റ് മേഖലകളിൽ തന്നെ ജനാധിപത്യത്തെ പറ്റിയുള്ള പറഞ്ഞത്. അദ്ദേഹം 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് 33 വയസ്സിന്. പക്ഷെ 33 വയസ്സിനുള്ളിൽ അദ്ദേഹത്തെ അനുഭവിക്കാത്ത ത്യാഗങ്ങളില്ല. അദ്ദേഹം 1956-ലാണ് അദ്ദേഹം പെരിഞ്ഞനത്ത് വ്യാപാരം. അതിന് മുമ്പാണ് കാരക്കുളം തന്നെ കൃഷ്ണവർദ്ധ കാരക്കുളം സ്കൂളിൽ അദ്ദേഹം അത്രയും അധ്യാപകനായിരുന്നു. കാരണം 4 ക്ലാസ് ഉണ്ടായിരുന്നു, 4 മാസം ജോലി ചെയ്തു. അദ്ദേഹത്തെ ചെയ്തവിടെ പോയിട്ട് സ്കൂളിൽ നേരെയാക്കിയതൊക്കെ ശരിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യത്തെ പരിഷ്കാരമുണ്ട്, ഒരു ഇടപെടൽ. എന്തത് അവിടുത്തെ അധ്യാപകർ പലരും വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി വർദ്ധിക്കുന്ന കാര്യമാണ്. PTV പറയുന്നുണ്ട് അത് ഈ കുട്ടികളുടെ കരച്ചത് കാരണം മറ്റു അധ്യാപകർ ക്ലാസ്സിലാൻ പോലും അതാ കുട്ടികളെ അടിച്ച് തന്നെ നേരാക്കാനുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ 6-ാം ക്ലാസ് അധ്യാപകരുടെ നടത്തൽ ലക്ഷ്യമാണ്. ഇതിലൊക്കെ ഒരു സ്കൂളില് KFയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പറ്റി അങ്ങനെ ഒരു അധ്യാപകത്തോട് കയറി അദ്ദേഹത്തിന്റെ യാത്രയെ പോയിട്ട് ഞാനാ പോയി. അതിനെ കഴിഞ്ഞപ്പോൾ ഒരാള് കുട്ടികളെ അടിക്കാതെ നല്ല അടി കൊടുക്കണം, എന്നാലേ നമ്മുടെ വിദ്യാഭ്യാസം നേരെയാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ പിന്നീട് മക്കളൊക്കെ വളരെ ഇഷ്ടമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് അതാണ് അവിടെ നോക്കാം. PTV എന്തായി PTV പറഞ്ഞു ഈ അധ്യാപകനെ ഓരോരുത്തരും അവരോട് പറഞ്ഞാൽ അടിക്കരുതെന്ന് അവർക്കൊരു പ്രയാസം ഉണ്ടാകും. അവര് ഇന്നലെ ഒരു ചെറിയ പയ്യനാണല്ലോ, അത്രയും അധ്യാപകൻ 44 അവന്റെ വയസ്സുണ്ടാവുള്ളൂ. അദ്ദേഹം ഇവരോട് പറഞ്ഞു ഇവർ വലിയ സീനിയർ അധ്യാപകരാണ്. ഇതൊരു സർക്കുലറൊക്കെ കുട്ടികളെ ആരും തന്നെ തല്ലാൻ പാടില്ല. ഇനി ഈ കുട്ടികളെ കൊണ്ട് വല്ലാതെ ശല്യം ഉണ്ടെങ്കിൽ ആ കാര്യം ഹെഡ് മാസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം കാര്യം ഉത്തരവ് പറഞ്ഞു. അങ്ങനെ ഉത്തരവ് പറഞ്ഞു. അതോടുകൂടി ആ തരത്തിലുള്ള കപ്പലിൽ ഇല്ലാതായി. PTV വിദ്യാഭ്യാസ മേഖലയിൽ ഇക്കാലത്ത് നിരവധി വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്തുന്നതാണ് PTV. പക്ഷെ ചിലപ്പോൾ ആദ്യത്തെ ഇടപെടലായിരിക്കും ചെറിയ കാര്യമാണ്. പക്ഷെ അന്ന് ഈ തല്ലുന്ന അധ്യാപകരുടെ വംശം ഇപ്പോഴും ഇല്ലാതായിട്ടുണ്ടോ? ഇപ്പോഴുണ്ട്. തല്ലിയാലേ നന്നാവും മാത്രമല്ല, കുട്ടികളെ തോൽപ്പിച്ചാലേ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്ക് അല്ലേ? കുട്ടികളെ തോൽപ്പിക്കണം, കുട്ടികളെ തല്ലണം, അങ്ങനെ വിദ്യാഭ്യാസം നന്നാക്കാൻ പറ്റും. അവിടെയാണ് PTV നമുക്ക് കാണാൻ തരുന്ന മാർഗമാണ്. ആ മാർഗമാണ്, ആ പാതയാണ് ഇപ്പോഴും നമ്മൾ സമുദായിച്ച് വരുന്നത്. കഴിഞ്ഞ കാലം നമ്മുടെ വിദ്യാഭ്യാസ ജാതി കൂടെയൊക്കെ തന്നെ മുന്നോട്ട് വെച്ച ആശയം അതിൻ്റെ അതാണ് PTV അങ്ങനെ ചെയ്തുകൊണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് അവിടെയാണ് പെരിഞ്ഞനത്തേക്ക് വരുന്നത്. ട്രെയിനിൽ അധ്യാപകന്റെ പെരിഞ്ഞനത്ത് വരുന്നത്. പെരിഞ്ഞനത്ത് പെരിഞ്ഞനം മലബാറിന്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ മലബാറിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് പെരിഞ്ഞനത്തേക്ക് പോകുന്നത്. പോകുന്ന സമയത്താണ് ഒറ്റപ്പാലത്തേക്ക് EMS കണ്ടു. EMS ഓങ്കല്ലൂർ സമ്മേളനത്തിൽ പങ്കെടുത്ത് വരിക. EMS ട്രെയിനറാണ്. അപ്പൊ കാര്യം അന്വേഷിച്ചപ്പോൾ ശരിയാണ്. അപ്പൊ അദ്ദേഹം EMS കൂട്ടത്തെ നടന്നു പോകണം എന്നുവെച്ചാൽ ആൾക്കാരെ കാണും. അപ്പൊ പാർട്ടിയുടെ പ്രവർത്തനം അതാണ് EMS. അങ്ങനെ അവിടെ പോകുന്നത് TK രാമൻ എന്ന് പറയുന്ന ഒരു അധ്യക്ഷനായിട്ട് പ്രതിഷേധമായിരുന്നു നാട്ടിൽ.
ടി കെ രാമനെ കുറിച്ച് കുറച്ച് പറയുകയാണ്. ടി കെ രാമൻ എന്ന് പറയുന്നത് പാലക്കാടുകാരെ സംബന്ധിച്ച ടി ആർ അജയന്റെ അച്ഛനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചതുർത്ഥി പക്ഷം തൃശ്ശൂരായിരുന്നു. അജയൻ പറഞ്ഞ ഇവിടെയാണ്. ടി കെ രാമൻ എന്ന് പറയുന്നത് നാട്ടികയിലെ ഏതൊരു മണത്തരിയെയും കുരുത്തിരിപ്പിക്കാൻ കഴിയുള്ള കമ്മ്യൂണിസ്റ്റാണ്. സാമാന്യമായ ഒരു സംഘാടനയാണ്. രാമന് അവരാണ് ടി കെ രാമനാണ് ഇവരൊക്കെ പിന്നെ പാർട്ടിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പറയുന്നത് പെരിജനമാണ് എന്നെ രാഷ്ട്രീയക്കാരാക്കി മാറ്റിയത്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റിയത് പെരിജനമാണ് എന്ന് പി ടി പെരിജനം. അവിടെ സ്കൂളിൽ പോകുന്നു. പിന്നെ ഞാൻ അദ്ദേഹം സ്ഥലങ്ങളിൽ ഒന്നില്ല കുറെ കിട്ടാവുന്നുണ്ടെങ്കിൽ അവിടെ അധ്യാപനം എങ്ങനെയായിരിക്കും എന്നുള്ള നേരത്തെ സൂചിപ്പിച്ചത്. ആ തരത്തിലുള്ള അധ്യാപനം ഒരിക്കൽ പോലും ക്ലാസ്സുകൾക്കുള്ള രാഷ്ട്രീയം സംസാരിക്കാത്തൊരു അധ്യാപനം. നമ്മളോട് ഇത്രയും മോശപ്പെട്ട അധ്യാപനം നമ്മൾ പറഞ്ഞ ക്ലാസ് ബ്രേക്കില്ലേ, പുറത്തിറങ്ങിയ രാഷ്ട്രീയം പറയാതിരിക്കുകയും ക്ലാസ് മുറിക്കുള്ളിൽ മാത്രം രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടാകും. അങ്ങനെയല്ല, നേരെ തിരിച്ചാ പി ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പി ടി കുട്ടികളായിട്ട് അധ്യാപകരായിട്ട് നമ്മുടെ കാലത്ത് പഠിപ്പിക്കും. ഇങ്ങനെ മനോഹരമായി പഠിപ്പില്ല. ഏറ്റവും നല്ല അധ്യാപനം ഓപ്പൺ ചെയ്ത് നിൽക്കുന്നു. നന്നായി ചിത്രം വരക്കും. ആ ചിത്രം അതൊക്കെ കുട്ടികളെ പെട്ടെന്ന് ഏറ്റവും നന്നായി പഠിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ സമാന്തരമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്തുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. 1948 പാർട്ടി കോൺഗ്രസ് ഉണ്ടാകും. കൽക്കട്ട കോൺഗ്രസ്. കൽക്കട്ട കോൺഗ്രസിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു കിട്ടിയത്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു. അവിടെ തിരിച്ചുള്ള കൽക്കട്ട കോൺഗ്രസിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഗവൺമെന്റിന്റെ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാഹചര്യം. ഇപ്പോൾ ഞാനതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. തിരിച്ചു വന്ന് അധികം വൈകാതെ തന്നെ ഒളിവിൽ പോകാനാണ് നിർദ്ദേശം കൊടുത്തത്. ഒളിവിൽ പോയി അപ്പോഴാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർദ്ദേശം ധരിച്ചാല് പോലീസുകാർ വന്ന് പിടിക്കാൻ ചെറുക്കണം വെറുതെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകും. അദ്ദേഹം ചേർത്ത് നമുക്കറിയാം. പോലീസുകാരോട് ചേർത്ത അതിൻ്റെതായ അതിനൊക്കെയും അങ്ങനെ ഇറ്റലിയെ കണ്ടവരൊക്കെ അദ്ദേഹത്തിന് ശരീരത്തിനൊക്കെ അറിയാം. അങ്ങനെ ഉണ്ട് പഠിച്ച് എടുത്ത് അങ്ങനെ ഒരു പിന്നെ ശരീര സൗഷ്ഠവമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പിടിവലിയിൽ അദ്ദേഹത്തിന്റെ ഷർട്ടും മുണ്ടൊക്കെ കീറിപ്പോയി. ആ ഒരു പ്രൊഫസർ മാത്രമേ കാണൂ. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചിട്ട് അവിടെ മുള്ളിക്കാട്ടുണ്ട്. ആ മുള്ളിക്കാട്ട് പിടിച്ച് വലിച്ചു വെച്ചാൽ പോലീസുകാർ കൊടുത്തു. അങ്ങനെ ആകെ ചോരവാർത്തുകയാണ്. അതൊന്നും ചുറ്റുപാടത്തിന്റെ കരിയെ ആ പെരിഞ്ഞനം നഗരിൽ കൂടെ ടൗണിൽ കൂടെ കൊണ്ടുപോകും. കാരണം അവിടെയാണ് പി ടി ചുറ്റുപാടും ഇദ്ദേഹത്തിന് ശിക്ഷ അത്രയും ഭീകരമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. ആ പി ടി പിയുടെ ഈ അറസ്റ്റും പി ടി പിയുടെ മാർദ്ദനവും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1950 ജനുവരി 26-ന് 25 രാത്രി അവിടെ ഒരു പ്രതിഷേധം നടക്കുക. പ്രതിഷേധ പ്രകടനം നടക്കുക. ആ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു സർദാർ ഗോപാലകൃഷ്ണൻ. കാരണം സർദാർ ഗോപാലകൃഷ്ണൻ പി ടി പിയുടെ നേതൃത്വ ശേഷം അദ്ദേഹം പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്ത് പഠിക്കുകയല്ലേ പി ടി ഗോപാലകൃഷ്ണൻ. പി ടി പിയുടെ വലിയ ആഗ്രഹമാണ്. പി ടി പിയെ മർദ്ദിച്ചു എന്ന് കേട്ടപ്പോൾ സർദാർ ഗോപാലകൃഷ്ണൻ കൂടി ചേർന്നുകൊണ്ടാണ് ഈ പ്രകടനം നടത്തുന്നത്. സർദാർ ഗോപാലകൃഷ്ണൻ എക്സ്മിലിറ്ററിയായിരുന്നു. സാമാന്യമായ ശാരീരിക ബലത്തിന്റെ ഒരാളാണ്. ഒരാളും ഒന്നാരുടെ പോലീസുകാരും കിട്ടാൻ പറ്റില്ല. അദ്ദേഹത്തെ പലവട്ടം കീഴ്പ്പെടുത്താനൊക്കെ സമയം സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രകടനത്തിന് മുൻപ് അപ്പോഴേ പോലീസുകാർ വിചാരിച്ചിട്ടുണ്ട് ഇയാളെങ്കിലും ശരിപ്പെടുന്നത്. അങ്ങനെയാണ് അന്ന് പ്രകടനം നടത്തി കൊണ്ടുപോകുന്നു. കട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാരെന്ന് മറ്റെല്ലാവരും ഓടിപ്പോയിരുന്നു. ഗോപാലകൃഷ്ണൻ അത്ര അധികമല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് ഏറ്റുമുട്ടുന്നത്. അദ്ദേഹത്തിന് ഏറ്റുമുട്ടൽ പോകണമെന്നറിയില്ല. ഇത് അവിടെ അത് പോലീസുകാരുടെ പെടുകയാണ്. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിന്റെ വളരെ കട്ടി വീശിയുള്ള ഒരാളായിരുന്നു. ഓരോ രോഗങ്ങളായിട്ട് ഇങ്ങനെ പിഴുത് ഓരോ രോഗം പിഴുത് അവസാനം പൈലറ്റോട് കുത്തി അദ്ദേഹത്തെ കൊല്ലുകയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യത്തെ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണനാണ് പി ടി വൈ ഒരാൾ. പി ടി വി പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെ തടവുകാരനായി കഴിയുന്നു. അവിടെ ഒരാൾ ചോദ്യം, എന്തിനാ നിങ്ങളൊക്കെ നിങ്ങൾ വലിയ കുടുംബത്തിൽ പറഞ്ഞ ഒരാളല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വേണ്ടി പിന്നെ എന്നെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു, ഞാനെന്റെ കുറ്റമൊന്നും ചെയ്തിട്ടല്ലോ എന്നാണ് ഇവിടെ നിഷ്കളങ്കമായ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ ആരും ദ്രോഹിച്ചിട്ടില്ല, സമൂഹത്തിന്റെ ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് തന്നെ ഉത്തരവാദി അല്ല എന്നാണ് കിട്ടിയത്. അതായത് അവിടുന്ന് വരുന്നു. പിന്നീട് നേരെ വരുന്നത് അദ്ദേഹം പിന്നെ അവിടെ നേരെ പോകുന്നത് പത്തനംതിട്ടയ്ക്കാണ്.
രാജാസ് ഹൈസ്കൂളിൽ. അപ്പൊ അദ്ദേഹത്തിന് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല, സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിയുമ്പോൾ പോയിരുന്നു. അവിടെ പോയിട്ട് അത്രയാണ് രാജാസ് ഹൈസ്കൂൾ അധ്യാപനം ചെയ്യുന്നത്. ചെറിയ ഉണ്ടായിരുന്നു, ഒരു വർഷം ഒരു അക്കാഡമി ഒക്കെ. അവിടെ നമ്മുടെ അയ്യക്കോട് ശ്രീധരന്മാർക്കൊക്കെ PTBയുടെ ശിഷ്യനാണ്. അയ്യക്കോടും കുഞ്ചിനത്തോടൊക്കെ അവിടെ ശിഷ്യനാണ്. ഒരു വർഷം തന്നില്ല, പക്ഷെ ഒരു വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തോട് വരേണ്ടി വന്നു. കാരണം ഈ കടത്തനാട് രാജാസ് ഹൈസ്കൂൾ അല്പം യാഥാർത്ഥ്യമായി. ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ ഇവർ അവസാനം അറിഞ്ഞുള്ളത്. പിന്നെ ഈ അവിടെ തുടരാൻ PTBയോടെ തുടരാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ. അപ്പൊ ഈ PTBയുടെ അധ്യാപനം എന്നുള്ളത് വളരെ കുറച്ചുകൂടെ 4-5 കൊല്ലം. നമ്മൾക്ക് PTB പറയുമ്പോൾ PTB അധ്യാപന മേഖലയിലെ അധ്യാപക പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ PTBയുടെ വലിയ അല്ലെ ദീർഘകാലത്തെ അധ്യാപകനായിരുന്നു എന്നുള്ള രീതിയിൽ എന്തായിരിക്കും. അല്ല, PTB 4-5 വർഷം PTB അധ്യാപനായിരുന്നു. പക്ഷെ അധ്യാപനം എന്നുള്ളത് PTB എന്നും മോഹിപ്പിച്ചൊരു കാര്യമാണ്. അധ്യാപനത്തിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു എന്താ അടങ്ങാത്ത ഒരു ദാഹം ഉണ്ടായിരുന്നു. അടിപൊളി അധ്യാപകനായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. 960 കഴിയുമ്പോഴാണ് ഈ പറയുന്ന 53-ാമത്തെ വയസ്സിൽ മലബാർ നാഷണൽ ബോർഡ് പ്രസിഡന്റ്. എല്ലാ വിഷയത്തിലും ഈ പറഞ്ഞ അല്ലേ, പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, പിന്നെ ഒഴിവ് ജീവിതം, മർദ്ദനം, തടവ്, ഇതെല്ലാം ഈ 4-5 വർഷങ്ങൾ കഴിഞ്ഞ് പൂർണ്ണമായി കഴിഞ്ഞു. അങ്ങനെയാണ് PTB എല്ലാം കഴിഞ്ഞ് വളരെ 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 പക്വതയാർജിച്ചാണ് ജില്ലാ പഞ്ചായത്ത്. 33-ാമത്തെ വയസ്സിൽ എത്രമാത്രം പക്വത ഉണ്ടാകുന്നതാണ് ചോദിക്കണം. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ആവശ്യമായ പക്വത ഉണ്ടായിരുന്നു. നമ്മളെ ചിന്താവിദ്യയായ സീതയില് സീത പറയുന്നുണ്ട്, പരിപക്വസ്വത്തനായി അല്ലെ, നിജഭാരങ്ങൾ ഒഴിഞ്ഞ ശാന്തനായി അജപൗണ്ട വാനമെത്തമേ ഭജമാനൈക വിഭാഗമിപ്പതെന്ന് ശ്രീരാമനോട് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ കേൾപ്പ് വരുന്നു. അതെല്ലാം വളരെ പരിപക്വ സ്വത്തരായിട്ടാണ് PTB മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അത് 57 EMS പറയുന്നുണ്ട്. ഈ കാലമാണ് ഈ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ PTBയുടെ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ 1957 കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയാം. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ അധികാരം കിട്ടിയാൽ പ്രവർത്തിക്കുക? കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള ധാരണ എന്തായിരുന്നു സമൂഹത്തിൽ? അവർ വളരെ എന്താണ്, കള്ളന്മാരാണ്, ഉള്ളക്കാരാണ്, സൽപ്പരമക്കാരാണ്, പൂരന്മാരാണ്, ഏകാധിപത്യം പ്രത്യേകിച്ചോണ്ടിരുന്നത്. അവിടെയാണ് ഈ ഭരണത്തിൽ വരുന്നത്. അന്ന് വരുന്നതിന് മുമ്പ് മാതൃഭൂമി പത്രത്തിന്റെ മാതൃഭൂമി ഒരിക്കൽ പോലും വളരെ നിഷ്പക്ഷമാണ്, ദേശീയ പത്രമാണെന്നാണല്ലോ പറയുന്നത്. അന്ന് മാതൃഭൂമിയുടെ അവസ്ഥ ഉണ്ടായിരുന്നു. 1957 മുമ്പ് പരസ്യമായിട്ട് അവര് സ്ഥിരമായിട്ട് അവർ ഓരോ എഡിറ്ററുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയാൻ പാടി. ഇന്ന് പറയോ? ഇന്നില്ല കോൺഗ്രസ് വോട്ട് ചെയ്യണം പറയും. അന്നങ്ങനല്ല, കൃത്യമായിട്ട് കോൺഗ്രസിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1954 ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മാതൃഭൂമി തുടർച്ചയായി വെട്ടിക്കൊണ്ടിരുന്നു കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യണം. മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പര്യടനങ്ങളൊക്കെ മാതൃഭൂമിയുടെ ഒരു പേജ് നിറയെ അവരുടെ വാർത്തകളുണ്ടാവും. ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കൊടുക്കില്ല, ഒരു മാത്രം ചെറിയൊരു കൊടുത്താൽ. അതാണ് മാതൃഭൂമി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ആ കാലത്ത് കോൺഗ്രസിന്റെ തന്നെ ചില സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ നേതാക്കന്മാരും ഒക്കെ കൂടി ചേർന്ന് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണങ്ങളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വേണ്ട, ഒരു നിർദ്ദേശം അവരുടെ പറഞ്ഞു. അപ്പോൾ മാതൃഭൂമി എടുക്കുക, അത് ശരിയല്ല, അങ്ങനെ ഒന്നും ഭരിക്കാൻ പറ്റാന്നായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയെ തന്നെയാണ് വേണ്ടത്, അത് കോൺഗ്രസിന് വോട്ടിന് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മലബാർ ഡിസ്ട്രിക്റ്റിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുപക്ഷം അധികാരത്തിൽ ഒരു പ്രസിഡന്റ് മാറി എടുക്കുക. ഇതല്ല ശരി, രാഷ്ട്രീയ പാർട്ടിയുള്ള അധികാരത്തിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണമല്ല ഇത്തര സ്ഥാപനങ്ങളുണ്ട്, മറ്റു തരത്തിലുള്ളതാണ്. മാതൃഭൂമത്തിൽ ഇങ്ങനെ നിലപാട് മാറ്റം വളരെ രസകരമാണ്. അതൊക്കെ നോക്കണ്ട. എന്തായാലും ആ കാലം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് കൃത്യമായിട്ടാണ്. അതാണ് ജനാധിപത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് PTB അവരെക്കുറിച്ച് ചെയ്യുന്നത്. ഞാൻ കേൾക്കുന്നു നമ്മുടെ ഈ ബ്രസീലിലും വെനിസ്വേലയിലൊക്കെ ഉള്ള ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ എന്താ ചെയ്യുക? ജനഹിതത്തിൽ വിടും. നാട്ടുകാരുടെ അഭിപ്രായം പറയട്ടെ. അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ല, രാഷ്ട്രീയ പ്രതികളല്ല പറയുന്നത്, ജനങ്ങളുടെ അഭിപ്രായം പറയുന്നത്. ജനങ്ങൾ നിൽക്കുവാൻ ജനങ്ങൾക്ക് അനുഗുണമാണെങ്കിൽ അവരുടെ അഭിപ്രായം അതിനനുഗുണമായി നിൽക്കില്ല. അങ്ങനെയാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടേയിരുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഈ ഭരണവും പ്രതിപക്ഷവും നമ്മളുടെ തർക്കം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു നിയമം കൊണ്ടുവരുന്നില്ലേ? ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കില്ല. ഞങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇവർ സമ്മതിക്കുന്നതെന്ന് പറയട്ടെ. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവരും സംസാരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കേണ്ടി വരില്ലേ മറ്റേ കക്ഷികളെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന്റെ പകരം ഞങ്ങളൊരു കാര്യം നടപ്പാക്കും,
അത് ഞങ്ങൾ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് മറ്റവരെന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള സമീപനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്രമാത്രം ശരിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. PTV കാലത്തിൽ മാറുന്നതാണ്. അവിടെ 24 എന്നിട്ടും ഈ 3 വർഷക്കാലം യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ മൂല്യത്തോടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധതകൊണ്ടാണ് എന്ന് തിരിച്ചറിയേണ്ടത്. ഒരാളും മാറ്റി നിർത്തില്ല. ആദ്യം സ്കൂളുകൾ ആൾക്കാർ ലീഗാരാണെന്നും ഈ മലബാർ വിദ്യാഭ്യാസത്തിൽ ലീഗിന് വലിയ താല്പര്യമായിരുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങളുടെ മണ്ഡലത്തിൽ എന്തൊക്കെ വേണം, എത്ര സ്കൂൾ വേണം, ഇതാണ് ലീഗുകാർ മറുപടി. അവർ കോൺഗ്രസ് പ്രത്യേക പറയുന്നതാണ് PTV പറയുന്നത്. പക്ഷെ അങ്ങനെ അവരെ കൂടി പിന്നെ വിശ്വാസത്തിലെടുത്തുള്ള ഭരണമായിരുന്നു. അതുകൊണ്ടാണ് അധ്വാനങ്ങളൊന്നും കൂടാതെ അതൊരു ജനാധിപത്യ ഭരണ സംവിധാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ഭരണം നടത്തുമായിരുന്നുള്ളത് ഉദാഹരണമായിരുന്നു. അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം പിന്നെ മലബാർ അറിയാലോ, വളരെ വിശാലമായ പ്രദേശമുണ്ടല്ലോ മലബാർ. ഇവിടെ നമ്മുടെ ഈ തൃശ്ശൂരിന്റെ ഒരു ഭാഗം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗം, അവിടെ മുഴുവൻ യാത്ര ചെയ്യുകയും ഓരോ ആളുകളെ കാണുകയും അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും. ഇന്നത്തെ ഒരു സൗകര്യം അല്ലാതാണ്. ഇന്നത്തെ പോലെ നിങ്ങൾ അംബാസഡർക്കാരും മാത്രം വരുന്നുണ്ടോ, വിലയേറിയോ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നവരൊന്നും ആയിരുന്നില്ലേ. അങ്ങനെ പോയി നടന്നു അല്ലേ. പലരും പോയി ഇതൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ആ ജീവിതത്തെ കുറിച്ചൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുഴത്തിലും ഭാഗങ്ങളും സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഭരണം നടത്തി. പക്ഷെ അവിടെയൊക്കെ തന്നെ ഇത് കഴിയുമ്പോഴും അദ്ദേഹത്തിന് പിന്നീടാണ് 1959 4 മാസം മുണ്ടശ്ശേരി മാർക്കിന്റെ സെക്രട്ടറി പലരും ധരിച്ചു വെച്ചിരിക്കുന്ന മുണ്ടശ്ശേരി മാർക്ക് വിദ്യാഭ്യാസ ബില്ലൊക്കെ തയ്യാറാക്കുന്നത് വലിയ പങ്കുവെച്ച ഒരാളാണ് PTV. അങ്ങനെയല്ല, അത് തെറ്റിദ്ധാരണ. 57 ഒക്ടോബറിലാണ് അദ്ദേഹം പിന്നെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ അധ്യക്ഷത. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഇല്ലാതാണ്. അത് കഴിഞ്ഞ് ഒരു നേരെ തിരിച്ചു വരുന്ന അടക്കത്തെ സ്കൂളിന്റെ ഇവിടെ സ്കൂൾ ഉണ്ടാകുന്നു. ആ സ്കൂൾ കിട്ടാൻ വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചൊക്കെ PTV സൂചിപ്പിക്കുന്നുണ്ട്. ആരാന്ന് ഓർക്കണം, ആരാ PTV മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റായിട്ട് 100 സ്കൂളുകൾ ഈ മലബാറിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കി കൊടുത്ത PTV സ്വന്തം നാട്ടില് തന്റെ ജന്മനാട്ടിൽ ഒരു സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടിപ്പെട്ട കഷ്ടപ്പാടുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അത് അവിടെ അധ്യാപകരുടെ സ്കൂളിൽ മാതൃകാ വിദ്യാലയമായി മാറ്റണം എന്ന് തീരുമാനിക്കുന്നവരാണ്. അങ്ങനെയാണ് സ്കൂളിൽ ഉദ്ഘാടന ദിവസം അന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ EMS പഠിത്തം കഴിക്കുകയാണ്. അദ്ദേഹം വന്ന് EMS വിളിച്ചു, PTV വിളിച്ച് പറഞ്ഞു, നിങ്ങളെ മുണ്ടശ്ശേരി മാറട്ടെ നോക്കണം. അദ്ദേഹം നാളെ വല്ലാതെ സ്കൂൾ നോക്കണം, വളരെ മോഹിതല്ലേ ഉണ്ടാക്കിയ സ്ഥാപനമാണ് നോക്കണം. പാർട്ടി തീരുമാനമാണല്ലോ. പാർട്ടി തീരുമാനത്തിന് നമുക്കൊരു അപ്പീലില്ല. മുണ്ടശ്ശേരി അപ്പോൾ വീട്ടിൽ പോയി ഞാൻ പോവാം. പക്ഷെ ആരും വേണം, ഈ സ്ഥാപനം കൊണ്ട് നടത്താൻ പറ്റൊരാളാണ്. അതിൽ നിന്ന് ഒരാളെ ഉള്ളു കേരളത്തിൽ, അത് ഗോപിയാണ്. ഗോപിമാക്കാൻ വേണ്ടി കോട്ടക്കല് വളരെ ചെറുപ്പാണ്, 20 വയസ്സിലുള്ളൂ. അവിടെ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രചരിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. അങ്ങനെ കഴിയാണ് അദ്ദേഹം. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ PTV പറഞ്ഞു ഉടനെ വരണം. PTV പിന്നെ ഭൂരിഭാഷം ഇങ്ങോട്ടേക്ക് വരുന്നു. പിന്നെ EMS പറഞ്ഞു 2 പേരും പറഞ്ഞു ശരിയാണ്. പക്ഷെ പാർട്ടി തീരുമാനമാണ്. പാർട്ടിയെ പഠിക്കല് മന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കണം, ഗോപി ഇവിടെ ആചരിക്കണം. അങ്ങനെയാണ് അതിൽ PTV അപ്പോഴൊക്കെ ഗോപിമാർക്ക് ഇങ്ങനെ കത്തുകളൊക്കെ ഉണ്ട്. ഗോപിമാർക്ക് തീരെ സത്യം ഉണ്ടായിരുന്നു. പക്ഷെ PTV സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഗോപിമാർക്കൊന്ന് ചാർജ് എടുക്കുന്നവർ അഥവാ ചാർജ് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം പുനഃപരിശോധിക്കുന്നവരെ PTV പറയുന്നത്. അപ്പോഴാണ് ഗോപിമാർക്ക് ചാർജ്. അതുകൊണ്ട് 58 ഒക്ടോബർ കൊണ്ട് തീരുമാനിക്കുന്ന ആ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചാർജ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് PTV തന്നെ മന്ത്രിയുടെ PS ആകണമെന്ന് പാർട്ടി തീരുമാനിച്ചത്? മറ്റാരെയും മുണ്ടശ്ശേരിയുമായിട്ട് സമ്മതമായിരുന്നില്ല. മുണ്ടശ്ശേരി PTV മുൻപറിയാൻ PTV മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് എന്നുള്ളൊക്കെ മുണ്ടശ്ശേരി മാഷ് മണലൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുണ്ടശ്ശേരി മാഷക്ക് PTV അറിയാമായിരുന്നു. പലരുടെയും പേര് പറഞ്ഞിട്ട് മുണ്ടശ്ശേരി മാഷ് സ്വീകാര്യമായില്ല. അങ്ങനെയാണ് അവസാനം മുണ്ടശ്ശേരി മാഷ് പേര് പറഞ്ഞപ്പോഴാണ് മുണ്ടശ്ശേരി മാഷ് ഓടിയത്. കാരണം മുണ്ടശ്ശേരി മാഷ് വേറെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, അസംതൃപ്തികളുണ്ടായില്ല. വിദ്യാഭ്യാസ ബില്ല് നമുക്ക് അറിയാമല്ലോ. വിദ്യാഭ്യാസ ബില്ല് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ആ ബില്ല് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നു, പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്യുന്നു. അങ്ങനെ എല്ലാം കേട്ടിട്ടാണ് TC നാരായണന്റെ പോലുള്ള നേതാക്കന്മാരൊക്കെ ചർച്ച അവതരിപ്പിച്ചത്. പക്ഷെ അതിനെതിരായിട്ട് സമ്മർദ്ദം എതിർപ്പ് കൂടുകയും പിന്നെ അല്പം
ഇത് എന്താ ജനങ്ങളുടെ ഇടയിൽ ഇത് അല്പം ഒരു അത്രയും ഉണ്ടാകുമോ എന്ന സംശയങ്ങളൊക്കെ കൂടിയിട്ട് ഈ കുറ്റങ്ങൾ പതുക്കെ മുത്തശ്ശേരിമാരിലേക്ക് ഇടാനുള്ള ശ്രമമാണ് പിന്നീട് പാർട്ടി അതൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞില്ല, മുണ്ടശ്ശേരിയുടെ മൊത്തം അദ്ദേഹത്തിന്റെ ഒരു പണിയാണെന്നുള്ള രീതിയിലും പതുക്കെ വരാൻ അത് മുണ്ടശ്ശേരിമാർക്ക് അല്പം അസ്വസ്ഥത ഉണ്ടാക്കിയത്. ആ സമയത്താണ് അതിന് മുണ്ടശ്ശേരിമാർ സഹായിക്കാവുന്ന ഒരു കാലം കൊടുക്കണം, അതൊരു പാർട്ടിക്കാരന് കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചാണ് PTP അങ്ങോട്ട് കൊടുക്കുന്നത്. PTP അവിടെ പോയ ശേഷമാണ് വിദ്യാഭ്യാസ അതിന്റെ ആക്ടിവിറ്റികളൊക്കെ അപ്പോൾ എഴുതിണ്ടാക്കുന്നത് വകുപ്പുകളൊക്കെ. അപ്പോഴും PTP ആത്മഹത്യ ചെയ്തു. 4 മാസം അപ്പോഴേക്കാണ് അദ്ദേഹത്തെ PSC മെമ്പറായിട്ട് PSC മെമ്പറായി നമ്മൾ എല്ലാവരും അറിയേണ്ട കാര്യം. PSC മെമ്പറായിട്ട് പോകുമ്പോൾ ഇന്നത്തെ അന്ന് പാർട്ടി മെമ്പർക്ക് ഒരു പാർട്ടിയിൽ നമുക്ക് വാങ്ങാൻ പാടില്ല. അതിന് തന്റെ 22-23 വയസ്സിൽ കിട്ടിയ പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചുകൊണ്ടാണ് PSC മെമ്പറാകുന്നത്. പിന്നീട് ഒരു പാർട്ടിയിലും PSCക്ക് മെമ്പർ ആയിരുന്നില്ല എന്നുള്ളത്. ഒരു പാർട്ടിയിലും മെമ്പർ ആയിരുന്നില്ല. CPIയിലുണ്ടോ ഒരു പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ അവസ്ഥയിലായിട്ട് പുറത്തു വന്നപ്പോഴാണ് പിന്നീട് ശാസ്ത്രസാഹിത്യ പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. പിന്നീട് ശാസ്ത്രബോധ വ്യാപനത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് കഴിഞ്ഞ് ശാസ്ത്രസാഹിത്യ പരിഷത്തിനെ ഇന്നത്തെ നിലയ്ക്കുള്ള ജനകീയ പുസ്തകമാക്കി മാറ്റുന്നത് PTP ഉപയോഗിച്ച പങ്ക് വളരെ വളരെ ഒരു അതുല്യമായിരുന്നതിന് പറയേണ്ടതുണ്ട്. മറ്റ് അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളുകളുടെ CG ചന്ദ്രൻ നടത്തുകയാണ്. അങ്ങനെ ജനകീയമാകും. അതിനെ ഒരു ശാസ്ത്ര സംഘടനയാക്കുന്നതിൽ വലിയ പങ്ക് വെച്ചാൽ പരമേശ്വരൻ അങ്ങനെ ജനകീയമാക്കുന്നതിൽ PTP ആണ് വലിയ പങ്ക് വെച്ചത്. പറയുന്നത് CG ചന്ദ്രൻ പരിഷത്ത്. അത് പരിഷത്ത് പിന്നീട് പറയാം PTP അടുത്ത് പോകുന്നത് യുവതാല സംഘത്തിന്റെ പ്രസിഡന്റാകുന്നു, കാൻസറ്റ് ഉണ്ടാക്കുന്നു, നിരവധി സ്ഥാപനങ്ങൾ. അദ്ദേഹത്തെക്കാണ് വിശേഷിപ്പിച്ചത് എന്താ പ്രസ്ഥാനങ്ങളുടെ വിധാതാവ് എന്ന്. എത്ര സ്ഥാപനങ്ങളാണ് സംഘടനകളെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്കവാറും സംഘടനകൾ എത്ര പേരിടുന്ന കാര്യത്തിൽ PTP അഗ്രഗണനായിരുന്നു. എത്രയോ സ്ഥാപനങ്ങൾക്ക് എത്രയോ പ്രസിദ്ധീകരണ PTP, ശാസ്ത്രഗതി, യുറീക്ക, ശാസ്ത്ര കേരളം, ഗ്രാമശാസ്ത്രം, ഇതൊക്കെ PTPയുടെ പേരിലാണ്. കാൻസെന്റ് ആയാലും ശാസ്ത്രയായാലും ഇതൊക്കെ PTP ആണ് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റെപ്സ് PTPയുടെ സംഭാവന. ഇങ്ങനെ പേരിടുന്ന കാര്യത്തിൽ PTP വലിയ അതുല്യമായ വൈകിട്ടാണ്. സംഘടന ഉണ്ടാക്കുന്നത് അദ്ദേഹം വഹിക്കുന്നത്. ഉണ്ടാക്കാൻ മാത്രമല്ല, ഇങ്ങനെ രൂപീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എന്താണ് അതൊക്കെ അതിന്റെ വൈല ഉൾപ്പെടെയാണ് ഉടനെ എത്തിച്ചിട്ടുണ്ടാവും. അതൊക്കെ PTP ചെയ്തു കൊടുക്കും. അങ്ങനെ ഒട്ടേറെ സംഘടന ഉണ്ടാക്കി അതൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവസാനം വരെ 1991 PTP അസുഖ ബാധിതരാകുന്നു. അതിന് 4 മാസമാണ് ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ വലിയൊരു ക്യാമ്പയിൻ തിരുവനന്തപുരം സമാപിച്ചത്. സെലക്ഷൻ ഫില്ലിങ്ങിന്റെ ജാതിയാണ്. അന്നത്തെ മന്ത്രിസഭത്തുള്ള 25 കോടി രൂപ നാട്ടിലെ ഈ സെലക്ഷൻ ഫില്ലിങ് നടത്തി 25 കോടി രൂപ ബഡ്ജറ്റ്, അന്ന് 25 കോടി പിന്നെ നൽകിയിരുന്നു ഉണ്ടാക്കാൻ ബഡ്ജറ്റ് നിർദ്ദേശം. അതിനെതിരായിട്ടാണ് ശാസ്ത്രസാഹിത്യത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നത്. നീലേശ്വരത്തിൽ MN വിജയമായിട്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത്. തിരുവനന്തപുരത്ത് ഒന്നായ സമാധിയോട് PTPയും സുഗമാരിലേക്ക് ഒരു പൈൻറ്റിന് പറഞ്ഞിട്ടുണ്ടായി. അവർ ഗാന്ധി സ്മാരകത്തിൽ നിന്ന്, ഗാന്ധി മണ്ഡപത്തിൽ നിന്ന് പിന്നെ സെക്രട്ടറിയിൽ നടന്നു. അവിടെ നടന്നു കൂടുന്നതിലുണ്ടായി. ആ ഗാന്ധി കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഈ തീരുമാനം എന്തായാലും അതിൻ്റെയൊക്കെ ഫലമായിട്ട് സർക്കാർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ PTP പങ്കെടുത്ത അവസാനത്തിൽ പരിപാടി ശാസ്ത്രസാഹിത്യ പരിപാടിയായിരുന്നു. അവസാന കാലം വരെയും PTPയുടെ മനസ്സിൽ പരിസ്ഥിതി സ്ഥാനം ഉണ്ടായിരുന്നു നടത്തുന്നതാണ്. അപ്പോൾ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മനുഷ്യരാശി ഉണ്ടാവേണ്ട ഗുണമാണെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുന്നതിനാണ് PTP. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കെ മാധവൻ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് ജനറൽ വിശേഷിപ്പിക്കുന്നവരാണ് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ്. മാധവൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ കാഞ്ഞങ്ങാട് സ്കൂൾ ഉണ്ടാക്കാൻ പോയപ്പോഴേ രാത്രി 2 മണിക്കാണ് PTPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അവിടെ പോയിട്ട് കുറ്റിപിടിക്കുന്നത്. അപ്പൊ അത് തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സമയത്ത് വിളിച്ചത് ബുദ്ധിമുട്ടിക്കണം ബുദ്ധിമുട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല മാധവൻ. എന്തായാലും ഞങ്ങൾക്കുള്ള ഈ ദുരിതവും കഷ്ടപ്പാടൊക്കെ തന്നെ വിധിയാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാതെ സ്കൂള് വേണം എന്ന് ചിന്തിക്കണം നിങ്ങളുടെ നാട്ടുകാരുണ്ടല്ലോ. അത് വളരെയധികം നല്ല കാര്യമാണ്. PTP എഴുതുന്ന കൊടുക്കുകയാണ് സ്കൂൾ. അതാണ് PTP. അതിന്റെ ഒരു തുടർച്ചയായാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ശാസ്ത്ര മേഖലയുടെ പ്രവർത്തനങ്ങൾ. പുസ്തകങ്ങളെ കുറിച്ച് ഞാനതൊന്നും പറയുന്നില്ല. മറ്റൊന്ന് നമ്മുടെ ശാസ്ത്ര കോൺഗ്രസ് ഉണ്ട്, ഇപ്പൊ നടന്നതേ ഉള്ളൂ. ശാസ്ത്ര കോൺഗ്രസിന്റെ കാര്യത്തിൽ കൂടി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുണ്ട്, അതിൽ അംഗമായിരുന്നു. അപ്പോഴാണ് അതിന്റെ മെമ്പർ സെക്രട്ടറി DK ദാമോദരൻ ഈ പുതുതായിട്ട് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അവരുടെ ഗവേഷണ ഫലങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്ന കാലത്ത് പരിസ്ഥിതി കൗൺസിൽ ചെയ്യാം എന്നുള്ള നിർദ്ദേശമാണ് കിട്ടുന്നത്. അത് വന്ന ഉടൻ തന്നെ PTP വരാം. ഒരു കാര്യം നമുക്കൊരു സ്റ്റേറ്റ് സയൻസ് കോൺഗ്രസ് ആക്കാൻ നിർദ്ദേശം. സയൻസ് കോൺഗ്രസ് PTP ആണ് ആദ്യം വെക്കുന്നത്.
ഇത് കണ്ടപ്പോൾ പറഞ്ഞ കാരണം ഒട്ടേറെ സയൻസ് കോൺഫറൻസിൽ പങ്കെടുക്കുകയും അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തവർ വളരെ വലിയ പണ്ഡിതന്മാർ അവിടെ ഉണ്ടാകുന്നത്. അവരൊക്കെ വലിയ പ്രയാസം ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരാളെന്നെ അനുകൂലിച്ച് സംസാരിക്കുന്നത്. അനുകൂലിച്ച് സംസാരിച്ച താട്ടാൽ പിഷാറ്റ്. ഡോക്ടർ പിഷാറ്റ് പറഞ്ഞു ശരിയാണ്, ഇതിന് നടപ്പാണ്. പിഷാരുടെ പറഞ്ഞ ഇങ്ങനെയാണ് നടപ്പാണ്. നോക്കൂ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശാസ്ത്ര സംഭവമായിട്ട് ശാസ്ത്ര കോൺഗ്രസ് മാറിയിരിക്കുന്നതാണ്. ഇത്ര ദീർഘദൃഷ്ടിയുള്ള ഇങ്ങനെ തന്റെ ജീവിതകാലത്തുടനീളം ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി, ജനാധിപത്യ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി, മാനവികത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണകളിൽ ഒരിക്കൽ കൂടി അദ്ദേഹം